ഇന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ രാവിലെ മുതൽ ഇങ്ങനെ വീഡിയോ എടുക്കാതിരിക്കും. ഇന്നലെ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് സിവിയർ അലർജി ഇഷ്യൂസ് വന്നിട്ട് എനിക്ക് അകത്ത് രാത് മുഖത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള അലർജി ഇഷ്യൂ, ഭയങ്കരമായിട്ടുള്ള കണ്ണ് അലർജി, മൂക്ക് ഭ്രാന്ത് പിടിക്കുക അലർജി ആയിട്ട്. എനിക്ക് ഇപ്പോഴാണ് ഒന്ന് സെറ്റിൽ ഡൗൺ അപ്പോഴാണ് ഈ ഒരു വിഷയം പറഞ്ഞേ പറ്റൂ. ഋതു ജയൻ, ഓക്കെ, ഇതാണ് ഈ ചെക്കൻ്റെ പേര്. ഇവൻ്റെ ഫോട്ടോ ആണ് ഈ കാണുന്നത്. ഈ ചെറ്റ, ഈ പരനാറി ഇന്നലെ ഒരു വീട്ടിൽ കയറിയിട്ട് 3 പേരെ തലക്കടിച്ച് കൊന്നുകളഞ്ഞു. ഒരാൾ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, അറിയില്ല ആ വ്യക്തി സർവൈവ് ചെയ്യുന്നുള്ളൂ. ഒരു വീട്ടിൽ കയറിയിട്ട് ഇവൻ നടത്തിയ ചെറ്റത്തരം, തന്തയില്ലാത്തരം. ഇനി ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു കുറേ ആളുകൾ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരുത്തൻ ഇത്ര കാലമായിട്ട്, ഇവൻ ലഹരിക്ക് അടിമയായിക്കോട്ടെ, ഇവൻ എന്ത് മാങ്ങാണ്ടിക്ക് അടിമയായിക്കോട്ടെ, പിന്നെ എന്തോ ഒരുത്തനായിക്കോട്ടെ, ഒരു നാട്ടിൽ ഒരുത്തൻ എല്ലാവരുടെ വീട്ടിലും കയറുന്നു, ഭീഷണിപ്പെടുത്തുന്നു, എല്ലാവരെയും മറ്റേ വടി കാണിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, ലഹരി അടിച്ചിട്ടോ അല്ലെങ്കിൽ അവന് മാനസികമായ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടോ വേറൊരാളെ കുടുംബത്തിക്കും കൂട്ടത്തിക്കും ഇവൻ കയറിയിട്ട് നടത്തുന്ന തെണ്ടിത്തരം തെമ്മാടിത്തരം ചോദ്യം ചെയ്യാൻ നാട്ടിൽ ഒരു ആണും പെണ്ണും ഉണ്ടായില്ല എന്നുള്ളൊരു ചോദ്യം ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ് ജനങ്ങൾക്ക് ഇപ്പോൾ. പോലീസുകാരെ കുറിച്ച് പറയണേ ഇല്ല. നാട്ടിൽ വളരെ മാന്യന്മാരാണ്. പോലീസ് സ്റ്റേഷനിൽ ഈ വ്യക്തിയെക്കുറിച്ച്, ഈ തെണ്ടീനെ കുറിച്ച് കംപ്ലൈൻറ്റ് കിട്ടിയിട്ടും ഓരോ വട്ടവും ഇവൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്ന് ഇവൻ സർട്ടിഫിക്കറ്റ് ഉള്ളതാന്ന് പറയുമ്പോൾ ഞാൻ മോനെ എന്ന് പറഞ്ഞിട്ട് ഓനെ ഇറക്കി വിട്ടിട്ട് ഈ ചെറ്റ കാണിച്ച പരിപാടി എന്താണെന്നുള്ളത് കണ്ടില്ലേ. കുറച്ചധികം കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഇതിൽ വിഷയത്തിൽ ഡിസ്കസ് ചെയ്യാണ്ട് ഞാൻ ആദ്യം ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് പറയുന്നു. ഇതിൻ്റെ വായെന്ന് പല വർത്താനവും ഈ പുന്നാര മോനെ കുറിച്ച് വരും. അതുകൊണ്ട് കുട്ടികളോ ബാക്കി ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആരെങ്കിലോ വീഡിയോ കാണുന്നോ കേൾക്കുന്നോ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോയിക്കോ. അല്ലെങ്കിൽ നിങ്ങൾ പബ്ലിക്കിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇയർഫോൺ വെച്ചിട്ട് കേട്ടോ. കാരണം ഈ ഒരു പന്നിക്കുട്ടീനെ കുറിച്ച് പറയാൻ എനിക്ക് 10 ഉണ്ട്. ഓക്കെ, കാരണം ഇനി ഒരു നാട്ടിൽ ഇതേപോലൊരു ചെറ്റ ഉണ്ടാവാൻ പാടില്ല. ഞാൻ ആദ്യം ഇവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. വരുമ്പോ ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് അച്ചപ്പുണ്ടാക്കണത് തല്ലാൻ വന്നേക്കാണ്, തല്ലാൻ. കൊലപാതക ശേഷം ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഋതുജയനെ കൂട്ടുകാട് വെച്ച് സംശയം തോന്നിയ പോലീസ് തടഞ്ഞു നിർത്തുകയായിരുന്നു. സിഗരറ്റ് കത്തിച്ച് ഹെൽമറ്റ് ഇടാതെ വാഹനം ഓടിച്ചതിനായിരുന്നു പോലീസ് കൈ കാണിച്ചത്. തുടർന്ന് ബൈക്ക് നിർത്തി ഇറങ്ങിവന്ന ഋതു ഒരു കൂസലുമില്ലാതെ താൻ 4 പേരെ കൊന്നുവെന്ന് പോലീസിനോട് പറഞ്ഞു. പിടിയിലാകുമ്പോൾ 4 പേരെ കമ്പിവടി, കത്തി എന്നിവ കൊണ്ട് ആക്രമിച്ച ഋതുവിന്റെ വസ്ത്രത്തിൽ രക്തത്തിന്റെ പാടുകളില്ലായിരുന്നു. വടക്കേക്കര സ്റ്റേഷനിലെത്തിച്ച ഋതു കഴിഞ്ഞ രാത്രിയിൽ ശാന്ത സ്വഭാവക്കാരനായിട്ടാണ് കാണപ്പെട്ടത്. ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം നൽകി. തന്നെയും വീട്ടുകാരെയും കളിയാക്കിയതാണ് കൊലപാതകത്തിന് കാരണമെന്ന് മൊഴി നൽകി. കൊലപാതക സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നോ എന്ന് ഉറപ്പാക്കാൻ രക്തസാമ്പിൾ ഉൾപ്പെടെ പരിശോധനയ്ക്ക് നൽകിയിട്ടുണ്ട്. ശല്യപ്പെടുത്തിയെന്നാരോപിച്ച് അയൽ വീട്ടുകാർ കഴിഞ്ഞ നവംബറിൽ ഋതുവിനെതിരെ വടക്കേക്കര പോലീസിൽ പരാതി നൽകിയിരുന്നു. വടക്കേക്കര പോലീസിൽ പരാതി കിട്ടിയപ്പോൾ അവരാദ്യം ചെയ്തതെന്താ അറിയോ? പരാതി നൽകിയ ആൾക്കാരോട് വീട്ടിൽ CCTV ക്യാമറ വെച്ചോളാൻ പറഞ്ഞു. ഈ തൈര് മോൻ, ഈ മലരൻ രാത്രി സമയത്ത് ഇവരുടെ വീടിൻ്റെ മുകളിലെ ടെറസിൽ കയറും, ലഹരി അടിച്ചിട്ട് വീട്ടിലേക്ക് കല്ലും സാധനം എടുത്ത് വലിച്ചെറിയും, ഗേറ്റ് ചവിട്ടി പൊളിക്കുക, സ്ത്രീകളും കുട്ടികളും ഉള്ള വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തുക. ഒരു പട്ടിയോ പൂച്ചയോ ഇവൻ്റെ പറമ്പ് കയറി കഴിഞ്ഞാൽ ഈ പുന്നാര മോന് അപ്പം ഇളകും. കമ്പിവടി എടുത്തിട്ട് വേറെ വീട്ടുകാരുടെ വീട്ടുവാതിൽക്കൽ പോയിട്ട് അവരെ ഭീഷണിപ്പെടുത്തുക, ബാക്കിയുള്ളവൻ്റെ വണ്ടി തല്ലിപ്പൊട്ടിക്കുക. നല്ല രീതിയിൽ ഒരുത്തൻ വണ്ടിയോ ഒക്കെ ആയി ഒരു സെറ്റിൽഡ് ലൈഫ് ആയി കഴിഞ്ഞാൽ ഓന് അപ്പം എന്താ ചെയ്യും? ഓന് കുയിന്ത ഇളകിയിട്ട് ഓടെ പോയിട്ട് അത് തല്ലിപ്പൊട്ടിക്കും. ഇങ്ങനെ ഒറ്റത്തന്തയ്ക്കല്ലാതെ പലതന്തയ്ക്ക് പറഞ്ഞ പിറപ്പ് കാണിക്കുന്ന ഈ ചെറ്റ ഇവൻ ഈ നാട്ടിൽ കടന്നിട്ട് ഇത്രത്തോളം പൂന്ത് വിടയാടി വളർന്നിട്ടും ആ നാട്ടിൽ ഒരു മനുഷ്യന്മാരും ഇവനെ കൈ വെക്കാതെ പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും വലിയ സങ്കടം വരുന്നത്. ഇപ്പം എന്തായി? എന്താ പറയുക, ചില നാടിൻ്റെ പ്രശ്നമടി. ഞാൻ നാട്ടുകാർ നന്നായിട്ട് ഇതിന് കുറ്റം പറയും. കാരണം എന്താ പറയുക, ഇന്നലെ എനിക്കൊരു വീഡിയോ കിട്ടി ഇവരെ നാട്ടിൽ നിന്ന്. ആ വീട്ടിനകത്ത് ചോരയെ കുളിച്ച് കഴുത്തും തലയും പൊട്ടിക്കുക. ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റില്ല എനിക്ക്. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന നാട്ടുകാർ അവരെ ഹോസ്പിറ്റലിൽ പോലും തൊടുന്നില്ല. ഒരാൾ ചോരയെ കുളിച്ച് കിടക്കുക എല്ലാവരും. അവർക്കൊക്കെ ജീവനും ഉണ്ട്. വീഡിയോ എടുത്ത് വയ്ക്കുക എല്ലാവരും, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും. എന്ത് നാടടയത്? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതേ രീതിയിൽ ലഹരിയോ അല്ലെങ്കിൽ ഇനി എന്ത് മറ്റേ പ്രശ്നം തലയ്ക്ക് പ്രശ്നം അല്ലാന്നുണ്ടെങ്കിൽ മാനസിക പ്രശ്നമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാട്ടുകാരെന്ത് ചെയ്യും? കയ്യും കാലും കെട്ടിയിട്ട് വല്ലയിടത്തും കൊണ്ടുപോയിടും. ഇല്ല, ഇനി ലഹരി തലയ്ക്ക് പിടിച്ചിട്ട് എല്ലാവരുടെ വീട്ടിലും കയറിയിട്ട് ഒരുത്തൻ ഉണ്ടാക്കാൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടുകാരനെ ഓനെന്ത് ചെയ്യും? പൂട്ടുവെക്കും. എല്ലാ നാട്ടിലും ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് എന്താ പറയുക, പണ്ട് നാട്ടിലൊക്കെ ഒരു ക്ലബ്ബോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയോ
എന്തെങ്കിലുമൊക്കെ കാണൂടെ. ഒരു നാട്ടിൽ 4 ചെക്കന്മാർ ഒരു വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഒരു കലിങ്കിൻ്റെ മുകളിലെങ്കിലും ഇരിക്കും ഒരു 4 ആള്, ഒരു 4 ആൾ ഒരു ക്ലബിലെങ്കിലും കൂടും. ഒരു പ്രശ്നം ഒരു നാട്ടിൽ ഉണ്ടായി കഴിഞ്ഞാൽ ജാതി മതം നോക്കാതെ ഓടി വരാൻ ആ നാട്ടിൽ 4 കൂട്ടായ്മ ഉണ്ടാവൂടെ. അതെങ്ങനെയാണ് ആണുങ്ങളെ കൂട്ടായ്മയും പെണ്ണുങ്ങളെ കൂട്ടായ്മയും എന്തെങ്കിലും ഒന്ന് ഉണ്ടാവും ഒരു നാട്ടിൽ. എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഇടപെടാൻ 4 ആൾക്കാരുണ്ടാവും. വലിയൊരു ചെറിയൊരു ഇല്ല, ആരെങ്കിലുമൊക്കെ കാണും. ഇപ്പോഴത്തെ പ്രശ്നം എന്താ പറയുക, എല്ലാവരും അവനാൻ്റെ ഒക്കെ കാര്യം നോക്കി. ഇങ്ങനത്തെ ക്ലബില്ല, കൂട്ടായ്മകളില്ല, സംഘടനകളില്ല, ഒന്നുമില്ല. ഇപ്പോൾ അല്ല ടർഫിലൊക്കെ ഫുട്ബോൾ വെച്ചാലോ ക്രിക്കറ്റ് വെച്ചാലോ എല്ലാവരും വന്നിട്ട് കളിച്ചിട്ട് പോകുന്നുള്ളൊരു അവസ്ഥയ്ക്ക് കാര്യങ്ങൾ മാറി. അല്ലാതെ ഒരു ഗ്യാങ്ങോ ഒരു കൂട്ടോ ഒന്നുമില്ലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്താ ഉള്ള നാട്ടിലൊക്കെ ഒന്നുമില്ല ഒരു നാട്ടിൽ. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെയുള്ള തെണ്ടികൾക്ക് എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആവും. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തിനും താങ്ങി കൊടുക്കുന്ന വീട്ടുകാർ കാണും. അയ്യോ എൻ്റെ പുന്നാരം മോൻ, എൻ്റെ പുന്നാരം മോള് എന്ത് തെണ്ടിത്തരവും തെമ്മാടിത്തരവും ലഹരിയുടെ പേര് കാണിച്ചാലും മാനസികമല്ലേ. കിട്ടിയാൽ തീരുന്നതേ ഉള്ളൂ. കൊട്ടിക്കാൻ ആളില്ലായിട്ടാണ് ഇവിടുത്തെ പ്രശ്നം. പോലീസുകാരെ കൊണ്ട് നടക്കൂല. കാരണം അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം നിയമപരമായിട്ട് അവർക്ക് ചെയ്യാനുള്ളത് എന്താ, ഏറിപ്പോയാൽ കേസ് ഇടാൻ പറ്റും. കേസ് ഇട്ട് കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം ഒരു പേപ്പറായിട്ട് വന്ന് ഇളക്കി കൊണ്ടുവന്നാൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ എല്ലാത്തിനും മദ്യവും ലഹരി ഈ നാട്ടിലുണ്ട്. പിന്നെ എന്ത് കണ്ടാലും ഇടപെടേണ്ടതായിട്ടുള്ളൊരു കൂട്ടം ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ്. അല്ല, എല്ലാ നാട്ടിലും രാഷ്ട്രീയക്കാരുടെ ഒരു കൂട്ടം കാണും. ഇപ്പം അവരും എന്താ പറയുക, ഒരുമാതിരി മൊണ്ണകളായി പോയിരിക്കുകയാണ്. ഒരു കാര്യമില്ല, സ്വന്തം പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ചിലപ്പോൾ പോയിട്ട് 2 കോര ഹോയ് പറഞ്ഞിട്ട് വരും. അതൊരു കാര്യമില്ല. എന്തൊരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കല്ലേ. ഇനി അടുത്തുള്ള അയൽവാസികൾ ഇവൻ്റെ കാര്യങ്ങൾ കുറച്ചധികം പറയുന്നുണ്ട് കേട്ടോ. ഈ മനുഷ്യൻ പ്രശ്നക്കാരനാണ്. എൻ്റെ വൈഫിൻ്റെ ഒരു വൈഫ് എൻ്റെ വൈഫും ഇവൻ്റെ അമ്മയും തമ്മിൽ നല്ല ടേംസിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവനെ ആരും പറയില്ല. ഇവിടെ ഈ കൂടിയിരിക്കുന്ന ഒരൊറ്റ ആൾ പോലും ഇവൻ മാന്യനാണെന്ന് എന്ന് പറയുള്ളൂ. നല്ലവനാണെന്ന് പറയും, പേടിച്ചിട്ടാണ്. ഞാൻ പറയും, ഞാൻ ചങ്കൂറ്റത്തോട് ഇപ്പോഴും പറയണ് ഇവൻ കൊള്ളാത്തവനാണെന്ന് പറയുള്ളൂ. ഇവിടെ ഈ പരിസരത്തൊക്കെ ഉണ്ട് ഒരുപാട് കഞ്ചാവും ഈ ലഹരി വസ്തുക്കളും വിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ ബഹുമാനപ്പെട്ട ചാനലുകാരോട് ഞാൻ ഒരു വ്യക്തമായിട്ടൊരു കാര്യം ഞാൻ പറയണ്, നിങ്ങളിത് റിപ്പോർട്ട് ചെയ്യണം. ഇവിടെ ഇയാൾ നേരത്തെ ഈ പരിസരത്തെ വീടുകളിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒക്കെ പ്രശ്നം ഉണ്ടാക്കിയക്കാരനാണ്, എല്ലാം പ്രശ്നക്കാരനവൻ. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റൂല. നേരത്തെ എന്നല്ല, ഇത് പുറത്തൊക്കെ ഉണ്ട്. ഇവൻ ചെറുപ്പം മുതൽ തന്നെ അക്രമകാരിയാണ്. ഇവനെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ കയ്യും കാലും വെട്ടിക്കൊള്ളണമെന്നാണ് ഞാൻ പറയുള്ളൂ. ഇയാൾക്ക് ഈ വേണുവിന്റെ വീടുമായി ഉണ്ടായ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? എൻ്റെ ധാരണ ഈ ഇവർ നൈബേഴ്സാണല്ലോ. ഈ നൈബേഴ്സായപ്പോൾ അതിർത്തി തർക്കം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവ്. എൻ്റെ വൈഫും ഈ ചേച്ചിയായിട്ട് നല്ല ടൈംസിലാണ്, ഞങ്ങളായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് പറഞ്ഞപ്പോൾ എൻ്റെ വൈഫ് ഇപ്പോൾ ആകെ അപ്സെറ്റായിരിക്കുകയാണ്. ചേട്ടാ, ഇതിപ്പോൾ 4 പേരെ വീട്ടിൽ കയറി വെട്ടുക എന്ന് പറയുമ്പോൾ വളരെ ഭീകരമായ സംഭവമാണ്. 3 പേര് മരിച്ചിരിക്കുന്നു. ഇത് ഇയാൾ നേരത്തെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവന് ആകെ പ്രശ്നക്കാരനാണ്. അവന് ഇവിടെ തന്നെയല്ല, മൊത്തം പ്രശ്നക്കാരാണ്. നാട് മുഴുവനും പ്രശ്നമുള്ള ആളാണ്. യാതൊരു തർക്കമില്ല കാര്യത്തിൽ. നമ്മളൊക്കെ വളരെ ചെറിയ ചെക്കനാണ്. ഞങ്ങൾക്ക് ഈ പറഞ്ഞ സ്ഥലത്ത് ഇത്രയൊക്കെ വയസ്സായ ആൾക്കാരാണ്. പക്ഷേ ഇതിങ്ങനെ തുടർക്കഥയായിട്ട് നടന്നു. പക്ഷെ വെട്ടിക്കൊല എന്നാണ് നമ്മുടെ അനുഭവത്തിൽ. ഈ ചന്ദനം പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് നമ്മുടെ ഇതിൽ കാണുന്നത്. നാട്ടുകാരുമായി ഒന്നും നല്ല ബന്ധമുള്ള ആളല്ല ഇയാൾ. ഒരു നാട്ടുകാരുമായിട്ടും ബന്ധമില്ല. ഒരു നാട്ടുകാരായിട്ടും ആരും ബന്ധമില്ല. ഇവനൊക്കെ കാണാൻ തല്ലണം പിടിക്കുക അങ്ങനത്തെ ഒരു മോശം കേസും ഒക്കെ ഉള്ള ഒരാളാണ്. നിങ്ങൾ എന്തെങ്കിലും നേരത്തെ ഇയാൾക്ക് ഇവരെ പരാതി കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നമുക്കങ്ങനെ അവസ്ഥയൊന്നും വന്നിട്ടില്ല. നമ്മൾ അപ്പുറത്തെ കുറേ വീടിനപ്പുറത്ത് താമസിക്കുന്നതല്ലേ. പക്ഷെ ഇവിടെ ഇവരൊക്കെ പരാതി കൊടുത്തിട്ടാണ് ഇപ്പോൾ ഈ വീട്ടുകാരൻ പരാതി കൊടുത്തതാണ് ഈ വീട്ടുകാരൻ പേര്. അപ്പോൾ ഈ പരിസരത്ത് ആർക്കും ഇതിനത്ര ഇഷ്ടമുള്ള ഒരാളല്ല. ഇവരുമായിട്ട് ഈ മരിച്ച കുടുംബമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാം? പഞ്ചപാവങ്ങളാണ്. ഒന്നിനും ഒരു ഇതില്ലാത്ത ഇവരൊക്കെ കുഴപ്പമില്ലാത്ത മരിച്ചങ്ങൾ ക്രിക്കറ്റ് കുത്താൻ വേണ്ടാത്ത ഐറ്റങ്ങളായിരുന്നു. അപ്പോൾ ഐറ്റങ്ങളാണെങ്കിൽ പാവത്തിനാണ്ട് ഇത്ര കുഞ്ഞു കൊച്ചങ്ങളുണ്ട്. ഐറ്റങ്ങൾക്ക് തന്തയും തള്ളിയിലാണ്ടായി. ഇതാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. എന്നോട് പേഴ്സണലി മെസ്സേജ് അയക്കുന്ന നാട്ടുകാർക്കും വിളിക്കുന്ന നാട്ടുകാർക്കും ഒക്കെ പറയാനുള്ളത്, ചേട്ടാ ഇവൻ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയുള്ളവനല്ല. പിന്നെ ഇവനോടൊന്നും ആരും ചോദിക്കാനും പറയാനും പോകാറില്ല. ഒക്കെ ലഹരിയാണ് ഇവൻ്റെ പരിപാടി. ലഹരി അടിക്കൽ മാത്രമല്ല, ലഹരി കൊടുക്കുന്നുമുണ്ട്, വിൽക്കുന്നുമുണ്ട്. ഉളുപ്പില്ലാത്ത നാട്ടുകാർ. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ, ഞാൻ സത്യം പറയും, ഇന്ന നാട്ടിലൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏതെങ്കിലും 1-2 ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൈ വെച്ചിരിക്കും. അത് ഉറപ്പാണ്. ഞങ്ങളുടെ നാട്ടിൽ വെക്കൂടെ, വെറുതെ വിടൂല. എന്താണെങ്കിലും
ഇങ്ങനെ അഴിഞ്ഞാടാൻ ഒരുത്തനെയും വിടില്ല. എങ്ങനെ എന്ത് ആവശ്യത്തിന് നമ്മൾ വിടേണ്ട ഒരു ആവശ്യമുള്ളത്? ഇവൻ ഇത് ഈ ബാക്കിയുള്ളവരെ വീട്ടിൽ, ഞാൻ അവിടെ വീഡിയോ ക്ലിപ്പ് സൈഡിൽ സൗണ്ടൊന്നും വെക്കുന്നില്ല, നിങ്ങൾ വീഡിയോ കണ്ടോ, ഇരുമ്പ് വടി എടുത്തിട്ട് അടുത്ത വീട്ടിൽ പോവാ, പട്ടി പൂച്ചി വീട്ടിൽ വന്നു പറഞ്ഞിട്ടും, അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് നോക്കി എന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കി. ഈ പറഞ്ഞ ആളുകളെ വീട്ടിൽ കയറി അടിക്കാൻ കാരണം അവർ കേസ് കൊടുത്താൽ മാത്രമല്ല, അവർ കളിയാക്കിയും പോലും അവനെ. ഇതിൻ്റെ പേരിലൊക്കെയാണ് ഈ കയറിയിട്ട് ഈ ലഹരി തലക്കി പിടിച്ചിട്ട് ഇമാതിരി പരിപാടിയാണ്. എനിക്ക് കേരള പോലീസിനോട് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, നിങ്ങളെ കൊണ്ട് ഇവനെ ആദ്യം കേസ് വന്നപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾ ഇനി ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇവൻ്റെ ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് പ്രാഥമിക റിപ്പോർട്ട് ഉണ്ടാവുമല്ലോ ഇതിനൊരു ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, അതിനകത്ത് ഇവൻ്റെ ബ്ലഡ് സാമ്പിളോ കാര്യങ്ങളോ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ ലഹരി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ലഹരി എന്ന് എഴുതരുത് പ്ലീസ്. കാരണം ലഹരി എന്ന് എഴുതി കഴിഞ്ഞാൽ ലഹരിയുടെ ഇതിൽ ചെയ്തു എന്നുള്ളതിന് വലിയ കേസൊന്നും വരാൻ പോകുന്നില്ല. 3 ആളെ കൊന്നിട്ട് ഇവൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല, ഗൂഢാലോചന നടത്തി, എന്നിട്ട് വീട്ടിൽ കയറി മനഃപൂർവ്വം അടിച്ചു കൊന്നു എന്നിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇവൻ്റെ പേരിലൊക്കെ കേസ് നിലനിൽക്കൂ. അതാണ് ഇവിടുത്തെ നാട്ടിലെ നിയമത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് പോലീസുകാരാണെങ്കിൽ സംഗതി, കാരണം ഇമാതിരി തെണ്ടി ചെറ്റകളെ വിടാൻ പാടില്ല. അതിനൊക്കെ നിങ്ങൾ വഴിവിട്ട എന്ത് പരിപാടിയാണെങ്കിലും കാണിച്ചോ, നാട്ടുകാരൊക്കെ സപ്പോർട്ട് വെക്കും. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഞാൻ നോക്കുമ്പോൾ ഇന്നലെ മുതൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു കുറേ ആൾക്കാർ. പിന്നെ നാട്ടിൽ നിന്ന് ശരിയല്ല ചേട്ടാ, എടേ ഇത് ഇന്നോട് പറയാൻ കാണിക്കുന്നത് ഇപ്പം പോണ വഴിക്ക് നാട്ടിൽ നിന്ന് വല്ല കല്ലെടുത്ത് ഇവനെ എറി, അതാ ഞാൻ എറിഞ്ഞ് പൊളിക്ക്. 10 ആളുണ്ടാവും ഏതെങ്കിലും ഒരു വീടിൻ്റെ മതിലിൻ്റെ അപ്പുറം ലഹരി അടിച്ച് കയറി കഴിഞ്ഞാൽ കാല് വെട്ടാൻ നാട്ടിലെ ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഇമാതിരി എരപ്പകൾ പിന്നെ തലവെക്കില്ല. ഏകദേശം 5-5:30 മണിക്ക് ഉള്ള റേഞ്ചിൽ നടത്തിയിരുന്നു. പ്രതി നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഇവിടെ നിന്ന് പുറത്ത് ഇറങ്ങുമ്പോൾ നമ്മുടെ ഈ സ്റ്റേഷനിലുള്ള വടക്കേക്കര പോലീസ് സ്റ്റേഷനിലുള്ള SI ആദ്യം ഈ പ്രതിനെ കണ്ടിരുന്നു. പിന്നെ ഇതുവരെ നമുക്ക് മനസ്സിലായി ഇത് കുറച്ച് തൊട്ട് അയൽവാസികളിൽ തമ്മിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഈ പ്രതി ബാംഗ്ലൂരിൽ ജോലി ചെയ്യാൻ വേണ്ടി പോയിരുന്നു. ജസ്റ്റ് 2 ദിവസം മുമ്പ് ഇവിടെ നാട്ടിൽ വന്നിരുന്നു. സോ ഇന്ന് ഉച്ചയ്ക്ക് ഈ പ്രതി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കുറച്ച് തിരക്കുണ്ടായി. അതിൻ്റെ വൈരാഗ്യൻ്റെ അടിസ്ഥാനത്തിൽ ഈ വീട്ടിൽ പോയിട്ട് 2 GI പൈപ്സ് ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിന്നെ അടിച്ചിരുന്നു. എന്താണ് കാരണം? എന്താണ് സാർ ഇവർ തമ്മിൽ നേരത്തെ വൈരാഗ്യമെന്ന് സാർ പറഞ്ഞു, അപ്പോൾ എന്താണ് ക്ലാഷിന് കാരണം? അത് നമുക്ക് കുറച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടോ, പക്ഷേ ആദ്യം നമുക്ക് കൺഫേം ചെയ്യേണ്ടി വരും. അത് കൺഫേം ചെയ്തിട്ട് ശേഷം മാത്രം പറയാൻ പറ്റും. പ്രതി നേരത്തെ തൊട്ട് ചെറുപ്പം തൊട്ടേ ലഹരി ഉപയോഗിച്ചിരുന്ന ആളാണ്. അപ്പോൾ ഇവർക്ക് ശല്യം തുടർന്ന് അയൽവാസികൾ പലപ്പോഴും പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. എന്തോ പെട്രോൾ ഒഴിച്ച് ഭീഷണിപ്പെടുത്തും, കത്തിക്കുമെന്നൊക്കെയുള്ള ഭീഷണി ഉണ്ടായിട്ടുണ്ട്. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നെന്നും അയൽവാസികൾ പറയുന്നുണ്ട്. നോ, അത് റിട്ടൺ പരാതി അങ്ങനെ ഒന്നുമില്ല. അത് നമുക്ക് ആദ്യം എല്ലാം കൺഫേം ചെയ്യേണ്ടി വരും. 1 വർഷം മുമ്പ് ഈ വീട്ടിൽ ഗേറ്റിൽ കുറച്ച് ഡാമേജ് ആയിരുന്നു. ആ സമയത്ത് ഈ വീട്ടുടമ അവിടെ CCTV ക്യാമറാസ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. പിന്നെ ഈ പ്രതി ബാംഗ്ലൂരിലായിരുന്നു ജോലി ചെയ്യാൻ വേണ്ടി. 2 ദിവസം മുമ്പ് തന്നെ ഇവിടെ വന്നിരുന്നു. ഈ പ്രതി നമുക്ക് ഇതുവരെ മനസ്സിലായി കുറച്ച് ട്രീറ്റ്മെൻറ്റ് യൂമിൽ ഉണ്ടായിരുന്നു, മെൻ്റൽ. അത് നമുക്ക് ആദ്യം കൺഫേം ചെയ്യേണ്ടി വരും. ഇപ്പം അയാൾ ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഈ മർഡർ ചെയ്യുമ്പോൾ അത് കൺഫേം ചെയ്യേണ്ടി വരും. ബാക്കി എല്ലാ രക്തപരിശോധനയ്ക്ക് വേണ്ടി ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ പ്രതിനെ അയക്കും. പക്ഷേ ഇതുവരെ അത് കാടുമ്പോൾ അങ്ങനെ സാധ്യത കാണുന്നില്ല. പക്ഷേ നമുക്ക് ആദ്യം കൺഫേം ചെയ്യേണ്ടി വരും രക്തപരിശോധന കഴിഞ്ഞിട്ട് ശേഷം. ഇനി എന്താ ഉണ്ടാവാൻ പോണത്? ഇത് പോലീസിന്റെ എക്സ്പ്ലനേഷൻ ആണ്, വലിയ കാര്യമൊന്നുമില്ല. കാരണം അവരുടെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലോ അവരുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിലോ അവരൊന്നും സമ്മതിക്കാനൊന്നുമില്ല. പോലീസുകാർ പിന്നെ അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഇത് എന്താ ഉണ്ടാവാറ്? ഇവൻ ഇങ്ങനെ ഒരുത്തരാണ്. ഓക്കെ, കുറച്ച് ലഹരി കൊടുത്തു കഴിഞ്ഞാൽ ആരെ മെക്കെട്ടും ഇങ്ങനെ തൊടലഴിച്ചു വിട്ട് ആരെ പോയി കടിക്കാൻ പറ്റുന്ന ഒരു പട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുറേ രാഷ്ട്രീയക്കാരും ഗുണ്ടകളും ഇവനെ പുറത്തിറക്കാനും ഇവനെ കൊണ്ടുവന്നിട്ട് ഇവനെ തീറ്റിപ്പോറ്റാനും ഉണ്ടാവും. കാരണം ആരെതിരി നാളെ അഴിച്ചു വിടാം. ലഹരി കൊടുത്താൽ മതി, തലയ്ക്ക് പിടിച്ചിട്ട് നേരെ അഴിച്ചു വിട്ടാലും തീർത്തിട്ട് വരും. ഇവിടുത്തെ നിയമം ഒന്നും ചെയ്യില്ല. ഇവിടുത്തെ നിയമം എന്ത് ചെയ്യാനാണ്? ഏറിക്കോ ഈ ജീവപര്യന്തം പറഞ്ഞ ശിക്ഷ കൊടുത്തിട്ട് എന്ത് കാര്യമുള്ളത്? ജീവിക്കാൻ അവകാശമുണ്ടായിരുന്ന ഈ ഭൂമിയിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ 3 ആളെ ലഹരി ഉപയോഗിച്ച് ഒരു നാറി കൊന്നു എന്നുണ്ടെങ്കിൽ ആ നാറിനെയും കൊന്നു കളയണം. ഓനി വെച്ചുകൊണ്ടിരിക്കരുത്. അതായിരിക്കണം ഈ നാട്ടിലെ നിയമം. അതാണ് ചെയ്യേണ്ടത്.